ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അവന്റെ പ്രഭാഷണത്തിനിടയിൽ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവർ. അത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചാ പറഞ്ഞത്. അത് കേട്ട് ക്രിസ്തു അമ്മയെ ഒരു പടി കൂടി ഉയർത്തിയിട്ട് പറയുകയാ, ദൈവവചനം കേട്ടത് പാലിക്കുന്നവരാ കൂടുതൽ ഭാഗ്യമുള്ളവർ. എന്റെ അമ്മ എന്നെ ഉദരത്തിൽ വഹിച്ചു എന്നും എന്നെ പാലൂട്ടി വളർത്തി എന്നതിനെക്കാട്ടിലുമൊക്കെ ഉപരി എന്റെ അമ്മ ദൈവത്തിന്റെ വചനം കേട്ട് അത് വിശ്വസിച്ചു, അത് പാലിച്ചു. അതുകൊണ്ട് അവൾ കൂടുതൽ ഭാഗ്യമുള്ളവളാണ്. മഹത്തായ ഭാഗ്യം എന്ന ഈ തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ എലിസബത്തും പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് ഇത് തന്നെയല്ലേ എന്ന് നാം ഓർക്കണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന എലീശ പെണ്ണുവതി അമ്മ മാതാവിനോട് പറഞ്ഞത്. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിൽ, ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ മാതാവിനെ ധ്യാനിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുമ്പോൾ അമ്മ ജീവിതത്തിൽ കാണിച്ചു തരുന്ന ഈ മാതൃക നമുക്കും പകർത്തിയെഴുതാം. ദൈവവചനം കേട്ടാൽ പോരാ, അത് വിശ്വസിക്കണം, അത് പാലിക്കണം. അപ്പോൾ കൂടുതൽ ഭാഗ്യമുള്ളവരായി മാറും. ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗ്യം നമ്മുടെ ജീവിതത്തിലും നിറയെ ഉണ്ടാകട്ടെ. ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ മാതാവ് അതിനുള്ള ഭാഗ്യം ദൈവത്തിൽ നിന്നും നമുക്കായി വാങ്ങി നൽകട്ടെ. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.